السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹയ്യ അല സലാ കോഴ്സിന്റെ പഠിതാക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ നിസ്കാര പഠന കോഴ്സിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ പഠിച്ചെത്തിയത് രണ്ട് സുജൂദുകളും സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും അവിടെ വരെയാണ് നാം പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത് തശഹുദിന്റെ രൂപമാണ്. തശഹുദ് നമ്മൾ രണ്ട് രൂപത്തിലാണ് നിർവഹിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, 4 റക്അത്തുള്ള അതല്ലെങ്കിൽ 3 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ രണ്ടാമത്തെ റക്അത്തിലും, അതേപോലെ 2 റക്അത്തുള്ള നിസ്കാരത്തിൽ അതിന്റെ അവസാനത്തെ തശഹുദ് ആയിക്കൊണ്ട് രണ്ടാമത്തെ റക്അത്തിലും. ഈ രണ്ട് സന്ദർഭങ്ങളിലും നമ്മൾ എങ്ങനെയാണ് തശഹുദ് ഇരിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായിക്കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ അവസാനത്തെ തശഹുദിന് ഇരിക്കുന്നത് പോലെ തന്നെ 2 റക്അത്തുള്ള നിസ്കാരത്തിന് ഇരിക്കാറുണ്ട്. 2 റക്അത്തുള്ള നിസ്കാരം, സുബഹി നിസ്കാരം, അതേപോലെ തന്നെ 2 റക്അത്ത് ജുമാ നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ, ഇങ്ങനെയുള്ള നിസ്കാരങ്ങളിലെല്ലാം നമ്മൾ ഇഫ്തിറാസിന്റെ ഇരുത്തം ഇരിക്കാൻ പാടില്ല. നമ്മൾ ഇരിക്കേണ്ടത് ഇഫ്തിറാസിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. തവറുക്കിന്റെ ഇരുത്തം ഇരിക്കാൻ പാടുള്ളതല്ല. ഇഫ്തിറാസിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ ഇരുത്തമാണ് നമ്മൾ 2 റക്അത്തുള്ള നിസ്കാരത്തിൽ ഇരിക്കേണ്ടത്. 2 റക്അത്തുള്ള നിസ്കാരത്തിലും, അതേപോലെ തന്നെ 4 റക്അത്തുള്ള അതല്ലെങ്കിൽ 3 റക്അത്തുള്ള മഗ്രിബ്, ഇശാ, ളുഹർ, അസർ തുടങ്ങിയ സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ റക്അത്തിലും ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇടതുകാൽ പരത്തി വെച്ച് വലതുകാൽ നാട്ടി വെച്ച് ഇരിക്കുന്ന ഈ രൂപം, ഇതാണ് ഒന്നാമത്തെ തശഹുദിൽ ഇരിക്കേണ്ട രൂപം, അല്ലെങ്കിൽ 2 റക്അത്തുള്ള നിസ്കാരത്തിൽ നമ്മൾ ഇരിക്കേണ്ട അവസാനത്തെ തശഹുദ് ആയിക്കൊണ്ട് ഇരിക്കേണ്ട രൂപം. ഇതിനെ ഇഫ്തിറാസിന്റെ ഇരുത്തം എന്നാണ് പറയുക. ഈ ഇരുത്തമാണ് നമ്മൾ അവിടെ ഇരിക്കേണ്ടത്. ഇനി 4 റക്അത്തുള്ള നിസ്കാരമാണ്, 4 റക്അത്തോ 3 റക്അത്തോ ഉള്ള നിസ്കാരമാണ് എങ്കിൽ അവിടെ നമ്മൾ തശഹുദിന് ഇരിക്കേണ്ടത് വലതുകാൽ നാട്ടി വെച്ച് വലതുകാലിന് ഇടയിലൂടെ ഇടതുകാൽ പുറത്തേക്ക് ഇടുന്ന രൂപം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. വലതുകാലിന്റെ കാലിനടിയിലൂടെ ഇടതുകാൽ പുറത്തേക്ക് ഇടുന്ന, നാട്ടി വെച്ചുകൊണ്ട് ഇരിക്കുന്ന രൂപം. ഈ 2 ചിത്രങ്ങളിലായിക്കൊണ്ട് നിങ്ങൾക്കത് കൃത്യമായി കാണാം. കാലിന്റെ ആ ഒരു ഭാഗം ഈ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇരിക്കേണ്ട ഒരു രൂപം. ഇത് വ്യത്യസ്ത രൂപങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായി ഹദീസുകളിൽ കാണാം. ഒന്ന്, കാല് വെക്കുന്ന രൂപമാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിൽ വലതുകാൽ നാട്ടി വെച്ച് ഇടതുകാൽ കാലിന് അടിയിലൂടെ പരത്തി വെക്കുക, അതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തത്, ഇടതുകാൽ കാലിന് അടിയിലൂടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്, പക്ഷെ
വലതുകാലം എന്ത് ചെയ്തിട്ടുണ്ട്? ചെരിച്ചു വെച്ചിട്ടുണ്ട്. വലതുകാലിന്റെ വിരലുകൾ നിലത്ത് തട്ടുന്ന രൂപത്തിൽ പരത്തി വെക്കുന്ന, വലതുകാലും ഇടതുകാലും പരത്തി വെക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മൂന്നാമത്തെ രൂപമായിക്കൊണ്ട് ഈ കാല അടിയിലൂടെ വെക്കുന്നത് മുകളിലായിക്കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അഥവാ നമ്മൾ വലതുകാല് നാട്ടി വെക്കുകയോ ചെരിച്ചു വെക്കുകയോ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക്, കാലിന്റെ മുകളിലേക്ക് ഇടതുകാല് കയറ്റി വെക്കുന്നു. മറ്റേത് നമ്മൾ കാലിന്റെ അടിയിലൂടെ ഇടതുകാല് വെക്കുന്നതാണ് ഒന്നാമത്തെ രൂപം പറഞ്ഞത്. ഈ രൂപത്തിലുള്ളത് കാലിന്റെ മുകളിലേക്ക് ഇടതുകാല് കയറ്റി വെക്കുന്ന രൂപം. ഈ രൂപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചതായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നാല് രൂപമാണ് തശഹുദിന് ഇരിക്കാൻ കാല് വെക്കുന്ന രൂപത്തിൽ, ഇരുത്തത്തിന്റെ കാല് വെക്കുന്ന രൂപം പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഒന്ന്, വലതുകാൽ നാട്ടിവെച്ച് ഇടതുകാൽ കാലിനടിയിലൂടെ വെക്കുന്നത്. രണ്ടാമത്തത് വലതുകാൽ പരത്തി വെച്ച് കാലിനടിയിലൂടെ തന്നെ ഇടതുകാൽ വെക്കുന്നത്. മൂന്നാമത്തത് രണ്ട് കാലും പരത്തി വെക്കുന്നു, അതിൽ ഇടതുകാൽ വലതുകാലിന്റെ മുകളിലാണ് വെക്കുന്നത് എന്നുള്ളതാണ് അവിടെയുള്ള വ്യത്യാസം. ഇങ്ങനെ നാല് രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തശഹുദിന്റെ ഇരുത്തമായി കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നത് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് തശഹുദിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ മസല. രണ്ടാമത്തത്, നമ്മൾ തശഹുദിൽ കൈകൾ എവിടെയാണ് വെക്കേണ്ടത്? കൈകൾ വെക്കേണ്ടത് നമുക്ക് മുട്ടിലും വെക്കാം, അതേപോലെ തന്നെ തൊടയിലും വെക്കാം. രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് കൈകൾ വെക്കാവുന്നതാണ്. ഒന്ന്, കൈ നമ്മുടെ മുട്ടിൽ, കാൽമുട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കാം. അതല്ലെങ്കിൽ മുട്ടിലെ കുറച്ച് പിറകോട്ടായിക്കൊണ്ട് തൊടഭാഗത്ത്, ഇങ്ങനെ ഈ രണ്ട് രൂപത്തിലും വെച്ചുകൊണ്ടും നമുക്ക് തശഹുദിന് കൈകൾ പിടിക്കാവുന്നതാണ്. അവിടെ പിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വലത് കൈ ചുരുട്ടി പിടിച്ച് ചൂണ്ടുവിരൽ ഉയർത്തി വെച്ച് നിവർത്തിയാണ് വെക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ആ പിടുത്തത്തിന് വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം. ഒന്ന്, അത് പിടിക്കുന്നത് തള്ളവിരലും നടുവിരലും ചേർത്തുകൊണ്ട് ഒരു വളയം വെച്ചുകൊണ്ട്, തള്ളവിരലും നടുവിരലും വെച്ച് ഒരു റൗണ്ട് രൂപത്തിൽ പിടിച്ചുകൊണ്ട് ചൂണ്ടുവിരൽ ചൂണ്ടി പിടിക്കുക. അതാണ് ഒരു രൂപമുള്ളത്. രണ്ടാമത്തത്, തള്ളവിരൽ ചൂണ്ടുവിരൽ തട്ടിച്ചുകൊണ്ട് വെക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ രൂപമായിക്കൊണ്ട് തള്ളവിരലും തള്ളവിരലടക്കം എല്ലാ വിരലുകളും മടക്കി വെച്ച് ചൂണ്ടുവിരൽ മാത്രം ഉയർത്തി വെക്കുക. ഇങ്ങനെ മൂന്ന് രൂപമാണ്. മൂന്ന് രൂപം ഒന്നും കൂടി ആവർത്തിക്കുന്നു. ഒന്ന്, തള്ളവിരൽ നടുവിരലിലേക്ക് ചേർത്ത് കൈ ചുരുട്ടിക്കൊണ്ട് പിടിക്കുക. രണ്ടാമത്തത്, തള്ളവിരൽ ചൂണ്ടുവിരലിലേക്ക് തട്ടിച്ചുകൊണ്ട് പിടിക്കുക. മൂന്നാമത്തത്, ചൂണ്ടുവിരൽ മാത്രം, ബാക്കി എല്ലാ വിരലുകളും ചുരുട്ടി പിടിച്ചിട്ട് ചൂണ്ടുവിരൽ മാത്രം ഉയർത്തി പിടിക്കുക. ഇങ്ങനെ മൂന്ന് രൂപത്തിലും വിരൽ ചൂണ്ടാവുന്നതാണ്. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. മൂന്നാമത്തത്, ഈ കൈകൾ ഉയർത്തി പിടിക്കുമ്പോൾ, ചൂണ്ടുവിരൽ പിടിക്കുമ്പോൾ വിരൽ അനക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അടുത്ത മസല. വിരൽ അനക്കാം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനക്കിയിരുന്നു എന്നും അനക്കിയിട്ടില്ല എന്നും ഹദീസുകളിൽ കാണാൻ പറ്റും. അവിടെ ഈ രണ്ട് ഹദീസുകളെയും കാന യതഹറക്കു എന്നും ലാ യതഹറക്കു എന്നും ഹദീസുകളിൽ കാണാം. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ മസല ജമ്മു ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ അനക്കിയിരുന്നു. അത് അനക്കിയിരുന്നത് അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാല, അള്ളാഹുവിന്റെ നാമങ്ങൾ വരുന്ന സ്ഥലങ്ങളിലായിരുന്നു അനക്കിയിരുന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ പറ്റും. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ അനക്കിക്കൊണ്ടേയിരിക്കുന്നത് കാണാം, ഭയങ്കര അതിശക്തമായിക്കൊണ്ട് അനക്കുന്നത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അങ്ങനെ അനക്കുന്നതിന് അവർ തെളിവായി എടുക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആ അനക്കുന്നത് പിശാചിന് ഇരുമ്പ് തണ്ട് കൊണ്ട് അടിക്കുന്നതിനേക്കാൾ അങ്ങേയറ്റം വേദന അനുഭവിക്കുന്ന കാര്യമാണ് എന്ന ഒരു ഹദീസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിഭാഗം പണ്ഡിതന്മാർ അതിനും പറയില്ല. പക്ഷെ ഇതിനെ രണ്ടിനെ കൂടി ജമ ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ നാമങ്ങൾ പറയുന്നിടത്ത് കൈകൾ അനക്കുക. അങ്ങനെ അനക്കുമ്പോൾ പോലും തൊട്ടടുത്ത് ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക്
വസ്വാസില്ലാത്ത, അവർക്കൊരു തശ്വീസില്ലാത്ത, അവർക്കൊരു പ്രയാസമില്ലാത്ത രൂപത്തിലായിരിക്കണം കൈകൾ അനക്കേണ്ടത് എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു മസാല കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, കൈകൾ നോക്കേണ്ടത് എവിടേക്കാണ്? തശഹൂദിന്റെ സമയത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മളെ ചൂണ്ടിപ്പിടിച്ച വിരലിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അതും തശഹൂദിന്റെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്. ഇതാണ് തശഹൂദിന്റെ ഇരുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. ഇനി തശഹൂദിലേക്ക് വരുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഇപ്പൊ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തശഹൂദിൽ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ കാലുകൾ വെക്കേണ്ട 4 രൂപം പറഞ്ഞു, കൈകൾ വെക്കേണ്ട 2 രൂപം പറഞ്ഞു, വിരൽ ചൂണ്ടേണ്ട 3 രൂപവും പറഞ്ഞു. ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ ഇരുന്ന ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് തശഹൂദാണ്. തശഹൂദിലെ പ്രാർത്ഥന അത്തഹിയാത്തുൽ മുബാറക്കാത്തു എന്ന പ്രാർത്ഥനയാണ്. ഇത് 2 രൂപത്തിൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ത്വയ്യിബാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു എന്നും ആ ഒരു പ്രയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതും തെറ്റായ രൂപമല്ല. ഇതിനപ്പുറത്തേക്കുള്ള സിയാദത്തുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ഒന്നാമത് നമ്മൾ ചൊല്ലേണ്ടത്. ഇത് റുക്നാണ്, നിസ്കാരത്തിന്റെ വാജിബുകളിൽ പെട്ട കാര്യമാണ്. അപ്പൊ ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, തശഹുദ് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യണം? മറവിയുടെ സുജൂദ് നിർബന്ധമായും നിർവഹിക്കേണ്ടതാണ്. അപ്പൊ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആണ് ഈ തശഹൂദിലെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെല്ലേണ്ടത് സ്വലാത്താണ്. സ്വലാത്തും തന്നെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വസുരിയതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വസുരിയതിഹി കമാ ബാറക്ത അലാ ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന റിപ്പോർട്ടും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതല്ലാത്ത മറ്റു ചില റിപ്പോർട്ടുകളും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? സ്വലാത്തിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില ആളുകൾ വരുന്ന ഒരു വീഴ്ച കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാൻ, ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ചില ആളുകൾ സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് ചൊല്ലാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സയ്യിദാണ്, നേതാവാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സയ്യിദ് ആയിക്കൊണ്ട് അംഗീകരിക്കണം. അത് ഓരോ മുസ്ലിമീങ്ങൾ ബാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ നിസ്കാരത്തിലെ സ്വലാത്തിൽ അവിടെ സയ്യിദുനാ എന്ന് അധികമായി ചൊല്ലൽ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരൊറ്റ പ്രാർത്ഥനയിലും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സയ്യിദന എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ ആരെങ്കിലും പറയുന്നവർ നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ആ പ്രയോഗം നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കാരണം ഹദീസുകളിൽ അങ്ങനെ സയ്യിദുന എന്ന ഒരു പ്രയോഗം വന്നിട്ടില്ല. അങ്ങനെ വരാത്ത ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് അനൗചിത്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? അത്തരം കാര്യങ്ങൾ നിർവഹിക്കുവാൻ, നിസ്കരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇത് രണ്ടും നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഇല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല. എന്നാൽ ഇതിന് ശേഷമുള്ള പ്രാർത്ഥനകൾ സുനനുകളിൽപ്പെട്ട കാര്യമാണ്. നിസ്കാരത്തിന്റെ സുനനുകളിൽപ്പെട്ട കാര്യമാണ് ശേഷമുള്ള പ്രാർത്ഥനകൾ. അപ്പൊ അതുകൊണ്ട് തശഹൂദും അതേപോലെ തന്നെ സ്വലാത്തും ഓതിയാൽ ഒരാൾക്ക് സലാം വീട്ടാം. അതുകൊണ്ട് പ്രയാസമൊന്നുമില്ല. ശേഷമുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കണം എന്നില്ല. ഇനി അങ്ങനെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവർക്ക് ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം
വമിൻ അസാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഖബറിലെ ശിക്ഷയിൽ നിന്ന്, അതേപോലെ തന്നെ നരക ശിക്ഷയിൽ നിന്ന്, പിശാചിന്റെ ഫിത്നകളിൽ നിന്ന്, മസീഹ് ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്നൊക്കെ രക്ഷ തേടുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസാബിൽ ഖബർ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം എന്ന പ്രാർത്ഥന. ഇതിൽ ഒരധികം വന്നത് കടബാധ്യതയിൽ നിന്നും പാപങ്ങളിൽ നിന്നും പാപമോചനം തേടുന്ന ഒരു പ്രയോഗം കൂടി ഈ പ്രാർത്ഥനയിലുണ്ട്. മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂർ റഹീം. അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ ഇസ്തിഗ്ഫാർ തേടുന്നതായ പ്രാർത്ഥന. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ, രഹസ്യമായും പരസ്യമായും ചെയ്ത എങ്ങനെ തുടങ്ങിയ സകല പാപങ്ങളും പുറത്തു തരുവാനും നമ്മുടെ പദവികൾ ഉയർത്തി കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവിനെ അങ്ങേയറ്റം പുകഴ്ത്തി അള്ളാഹുവിന്റെ അസ്മാവുകളെ സിഫാത്തുകളെയും പ്രതിപാദിച്ചതിന് ശേഷം സ്വർഗം ചോദിച്ചുകൊണ്ടും നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചുകൊണ്ടുമുള്ള പ്രാർത്ഥനയാണിത്. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ വന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു സ്വമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിനോട് ഷഹാദത്ത് ചോദിക്കുന്ന, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന, അള്ളാഹുവിന് മാത്രം ആരാധനക്കർഹനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അർത്ഥത്തിൽ ആശയതലങ്ങളുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. അതേപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന, അതൊരു സുദീർഘമായ പ്രാർത്ഥനയാണ്. പക്ഷെ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒട്ടുമിക്ക പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പോംവഴിയായിക്കൊണ്ട് നമുക്ക് റബ്ബിനോട് ചോദിക്കാവുന്ന ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ വഖുദ്റതിക അലൽ ഖൽഖ് അഹ്യിനി മാ അലിംത الحياة خيرا لي وتوفني إذا علمت الوفاة خيرا لي اللهم وأسألك خشيتك في الغيب والشهادة وأسألك كلمة الحق في الرضا والغضب وأسألك القصد في الفقر والغنى وأسألك نعيما لا ينفد وأسألك قرة عين لا تنقطع وأسألك الرضاء بعد القضاء وأسألك برد العيش بعد الموت وأسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. അള്ളാഹുവിനോട് ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിപ്പിക്കാനും മരണമാണ് ഖൈറെങ്കിൽ മരിപ്പിക്കുവാനും, അതേപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, എല്ലാ രംഗത്തും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിനും, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ടും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടും, അതേപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ജീവിതം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുവാനുള്ള ചോദ്യങ്ങൾ ജീവിതത്തിൽ കൺകുളിർമ, അവസാനിക്കാത്ത കൺകുളിർമ ലഭിക്കുന്ന, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിയെ തേടുന്ന, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിലെ സകലമാന ഏരിയകളിലേക്കും ടച്ച് ചെയ്യാവുന്ന പ്രാർത്ഥന. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് ഏതെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, സമയമുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ പറ്റുമെങ്കിൽ എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന പ്രാർത്ഥന. അല്ലാഹുവേ, നിനക്ക് ശുക്ർ നൽകുവാൻ, നിന്നെ സ്മരിക്കുവാൻ, നന്ദി കാണിക്കുവാൻ, അതേപോലെ തന്നെ നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ സഹായം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തശഹുദിൽ, നമ്മൾ നിസ്കാരത്തിന്റെ അവസാന സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചതുണ്ട്. ഇതല്ലാത്ത പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലാവുന്നതുമാണ്. ഇങ്ങനെ
ഈ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി കൊണ്ട് ചോദിച്ചുകൊണ്ട് ആ നിസ്കാരത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ നമ്മൾ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോ ആ സമയത്തൊക്കെ നമുക്ക് ഉത്തരം നൽകാൻ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുവാനും പഠിക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇതാണ് തശഹൂദിലെ പ്രാർത്ഥനകൾ. ഒന്നാമത്തത് തശഹൂദിലെ പ്രാർത്ഥന അത്തഹിയാത്തുൽ മുബാറകാത്തു എന്ന പ്രാർത്ഥന, രണ്ടാമത്തത് സ്വലാത്ത്. അത് രണ്ടും നിർബന്ധമാണ്. ബാക്കിയെല്ലാം സുനനുകളാണ്. ഏതെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ചില്ലെങ്കിലും യാതൊരുവിധ കുഴപ്പവുമില്ല. ഇതാണ് തശഹൂദിന്റെ രൂപമായിക്കൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് തശഹൂദ് കഴിഞ്ഞാൽ സലാം വീട്ടുക എന്നുള്ളതാണ്. സലാം വീട്ടൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വലതുഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുഭാഗത്തേക്കും തിരിഞ്ഞു കഴിഞ്ഞാൽ സലാം നിസ്കാരം പൂർത്തിയായി, നമ്മൾ സലാം വീട്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ എന്ത് ചെയ്യലുണ്ട്, സലാം പറയുമ്പോൾ ആദ്യം ഒന്ന് നമ്മുടെ തല ഒന്ന് കുലുക്കും, തല ഒന്ന് താത്തിയിട്ട് എന്നിട്ട് വലതേ ഭാഗത്തേക്ക് തിരിഞ്ഞ് ശേഷം വീണ്ടും തല നടുഭാഗത്തേക്ക് കൊണ്ടുവന്ന് തല ഒന്ന് താഴ്ത്തി ഉയർത്തിയതിനു ശേഷം വീണ്ടും ഇടത്തെ ഭാഗത്തേക്ക് സലാം വീട്ടുന്ന അങ്ങനെ ഒരു രീതിയില്ല. അഥവാ പകുതി വെച്ച് പൗസ് ചെയ്തിട്ട് തല താഴ്ത്തി എടുക്കുക, അങ്ങനത്തെ ഒരു രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. നേരെ എന്ത് ചെയ്യുന്നു, തശഹൂദ് ചൊല്ലിക്കഴിഞ്ഞാൽ, പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ, സ്വലാത്തും പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ എന്ത് ചെയ്യുന്നു, വലത്തെ ഭാഗത്തേക്ക് തിരിയുന്നു. അവിടുന്ന് നേരെ നോൺ സ്റ്റോപ്പില്ല, നേരെ ഇടത്തെ ഭാഗത്തേക്ക് തിരിയുന്നു. ഇതാണ് സലാം വീട്ടുന്നതിന്റെ രൂപം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സലാം വീട്ടുമ്പോൾ 3 രൂപത്തിൽ സലാം വീട്ടൽ പറയാവുന്നതാണ്. ഒന്നാമത്തത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് 2 ഭാഗത്തേക്ക് വീട്ടുമ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം. രണ്ടാമത്തെ രൂപം വലതു ഭാഗത്തേക്ക് സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും, ഇടതു ഭാഗത്തേക്ക് തിരിയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇല്ലാതെ അങ്ങനെയും പറയാം. മൂന്നാമത്തെ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്ക് പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്നും മാത്രവും പറഞ്ഞുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിലെല്ലാം നമുക്ക് സലാം വീട്ടാം. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചത് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞത് അടുപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ കുറഞ്ഞ വിഷയമേ ഉള്ളൂ. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാണ്. ഇരിക്കുമ്പോൾ 4 രൂപത്തിലാണ് ഇരിക്കേണ്ടത്. കാല് നാട്ടി വെച്ച്, വലതുകാൽ നാട്ടി വെച്ച് ഇടതുകാലിന്മേൽ ഇരിക്കുക. അത് ജിൽസത്തുൽ ഇഫ്തിറാഷ് എന്ന് പറയും. 2 റക്അത്തുള്ള നിസ്കാരങ്ങളിലും അതേപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിലും ഇരിക്കേണ്ട ഇരുത്തം അങ്ങനെയാണ്. 4 റക്അത്തുള്ള അതല്ലെങ്കിൽ 3 റക്അത്തുള്ള ഇരുത്തത്തിൽ ജിൽസത്തു തവറുക്ക് എന്നാണ് ആ ഇരുത്തത്തിന് പറയാ. തവറുക്കിന്റെ ഇരുത്തം 4 രൂപത്തിലുണ്ട്. ഒന്ന്, വലതുകാൽ നാട്ടി വെച്ച് ആ കാലിനടിയിലൂടെ ഇടതുകാൽ വെക്കുന്നു, എന്നിട്ട് ഇരിക്കുന്നു. രണ്ടാമത്തത് നാട്ടി വെച്ച കാൽ പരത്തി വെക്കുന്നു, കാലിനടിയിലൂടെ തന്നെ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അടിയിലൂടെ വെച്ച കാല് മുകളിലേക്ക് വെക്കുന്നു. അങ്ങനെയും 2 രൂപങ്ങൾ. പിന്നെ കൈകൾ വെക്കേണ്ടത് നമ്മുടെ കാൽമുട്ടിലാണ്. കാൽമുട്ടിലോ അതല്ലെങ്കിൽ തൊട ഭാഗത്തോ കൈകൾ വെക്കാവുന്നതാണ്. അങ്ങനെ 2 രൂപം കൈകൾ വെക്കുന്നതിന്. വിരല് ചൂണ്ടുന്നതിന് 3 രൂപം. ഒന്ന്, നടുവിരലും തള്ളവിരലും വെച്ചുകൊണ്ട് ഒരു റൗണ്ട് രൂപത്തിൽ പിടിക്കുന്ന രൂപമാണ്. രണ്ടാമത്തത് തള്ളവിരൽ ചൂണ്ടുവിരലിന്റെ തട്ടിച്ചു വെക്കുന്ന രൂപമാണ്. മൂന്നാമത്തത് ചൂണ്ടുവിരൽ മാത്രം ഉയർത്തി ബാക്കി എല്ലാ വിരലും എന്ത് ചെയ്യാണ്, ചുരുട്ടി വെക്കുന്ന രീതി. ഇതാണ് തശഹൂദിന് ഇരുത്തത്തിന്റെ രൂപം. പിന്നീട് നമ്മൾ പ്രാർത്ഥനകളാണ് പറഞ്ഞത്. ശേഷം സലാം വീട്ടുന്നത്. സലാം വീട്ടുമ്പോൾ വലത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും തല തിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ സ്റ്റോപ്പോ കാര്യങ്ങളോ ഇല്ല. പിന്നീട് നമ്മൾ സലാം വീട്ടുമ്പോൾ 3 രൂപം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ചൊല്ലുമ്പോൾ പറയാ. രണ്ടാമത്തത് വലതുഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും ഇടതുഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നും. മൂന്നാമത് പറഞ്ഞത് 2 ഭാഗത്തേക്ക് തിരിയുമ്പോഴും അസ്സലാമു അലൈക്കും വലതുഭാഗത്തേക്ക് പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നും ഇടതുഭാഗത്തേക്ക് പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് മാത്രവും പറയുക എന്നുള്ളതാണ്. ഫഹദ വല്ലാഹു അലം ഫിസ്സവാബ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാവുന്നതാണ്.
കൺഫ്യൂഷനുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിക്കാൻ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മള് സലാം വിട്ടുമ്പോ നമ്മള് തോളുമക്കാണോ നോക്കേണ്ടത്? യെസ്, അത് പറയാൻ വിട്ടുപോയി. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മൾ സലാം വിട്ടുമ്പോൾ തോളിലേക്കല്ല നോക്കേണ്ടത്, പിറകുവശത്തേക്കാണ് നോക്കേണ്ടത്. നേരെ എന്ത് ചെയ്യാൽ മതി? തിരിഞ്ഞാൽ മതി. തിരിയുമ്പോ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞതിനേക്കാൾ അല്പം അധികം ഇടതു ഭാഗത്തേക്ക് തിരിയുമ്പോൾ തിരിയാനും ശ്രദ്ധിക്കുക. അതിന്റെ രൂപം വന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുന്ന സമയത്ത് പിറകിലുള്ള ആളുകൾക്ക് പ്രവാചകന്റെ കവിള് കാണാറുണ്ടായിരുന്നു എന്നാണ്. പ്രവാചകന്റെ കവിൾ പിറകിൽ ഉണ്ടായിരുന്ന ആളുകൾ കാണാറുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യണം? തല തിരിക്കണം. അപ്പൊ ചില ആൾക്കാർ നേരെ എന്താ പറയുക, ജസ്റ്റ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന ഇത് ഉണ്ടാവും. അങ്ങനെയല്ല, കുറച്ച് അങ്ങോട്ട് തിരിക്കണം. അത് കണ്ണ് ചുമരിലേക്ക് തന്നെ നോക്കണം എന്നൊന്നുമില്ല, ഏത് ഭാഗത്തേക്ക് നോക്കി പോയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, രണ്ടാമത്തത് ഇവിടെ കുറച്ച് ചോദ്യങ്ങള്. അസ്സലാമു അലൈക്കും ടീച്ചറെ. ഒരു മിനിറ്റ്. നമ്മള് രണ്ട് സുജൂദിന്റെ ഇടയിൽ ദുആ പറയണോ? റബ്ബിജഅൽനി. നമ്മള് സുജൂദില്ലേ, രണ്ട് സുജൂദ് ഉണ്ടല്ലോ. ഒരു സുജൂദ് കഴിഞ്ഞ് നമ്മളൊന്ന് ഇരിക്കുമല്ലോ, ആ സമയത്ത് നമ്മള് ദുആ ഉണ്ടോ? അതുണ്ട്. അല്ലാഹുമ്മ ഗഫിർലി എന്ന് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിരുന്നു. ആ ക്ലാസ് ഒന്ന് കേട്ടാൽ മനസ്സിലാക്കാം. അല്ലാഹുമ്മ ഗഫിർലി എന്ന് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയണം. അതല്ലാത്തതും പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ഉസ്താദേ, നമുക്ക് ഹനഫിക്കാർക്കും അങ്ങനെയുണ്ടോ ഉസ്താദേ? എന്താണ്? ഹനഫി മദ്ഹബിലും അങ്ങനെ ഇടയ്ക്ക് ഇരുത്തത്തിൽ പറയുന്നുണ്ടോ ദുആ? അറിയില്ല. ഉസ്താദെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ ഉസ്താദെ, ഇരുന്ന് നമസ്കരിക്കുന്നവരെ ഇത് പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ ഉസ്താദ്? അങ്ങനെ നമ്മൾ തഹജ്ജുദ് ചെയ്യുമ്പോഴും മറ്റേ സുജൂദ് ചെയ്യുമ്പോഴും ഇരുന്ന് നമസ്കരിക്കുമ്പോ ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ ടോപ്പിക് അതാണ്, ഇരുന്നു കൊണ്ടുള്ള നിസ്കാരാണ്. അതെ. നമ്മളിപ്പോ നിന്നത്തോടു കൂടി സലാം വീട്ടിയല്ലോ. സ്വഹീഹായിട്ട് നിസ്കരിക്കുക, ആരോഗ്യത്തോടു കൂടി നിസ്കരിക്കണവർക്കുള്ള നിസ്കാരം കഴിഞ്ഞു. ഇനി രോഗം ഉണ്ടാകുമ്പോഴുള്ള നിസ്കാരങ്ങളാണ് ഞാൻ തുടങ്ങാൻ പോണത്. ഇൻഷാ അല്ലാഹ്. ഒരു മിനിറ്റ്. ഇൻഷാ അല്ലാഹ് ഈ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് രോഗികൾക്കുള്ള നിസ്കാരം സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ 2 ക്ലാസ് കൂടി നിങ്ങളെ വെയിറ്റ് ചെയ്യണം. പിന്നെ വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയ ചോദ്യങ്ങൾ ഇവിടെ എന്താ പറയാ ചാറ്റ് ബോക്സിൽ വന്നതുകൊണ്ട് ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തുതരാം, നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. രണ്ടാമത്, വിരല് ചൂണ്ടി പിടിക്കേണ്ടത് എപ്പോഴാണ് എന്നുള്ള ചോദ്യം. വിരല് ചൂണ്ടി പിടിക്കേണ്ടത് തശഹൂദിലേക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് വിരല് ചൂണ്ടി പിടിക്കേണ്ടത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറയുമ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത് എന്ന് അല്ല. തശഹൂദിലെ പ്രാർത്ഥന ചൊല്ലുമ്പോഴോ ചൊല്ലി കഴിഞ്ഞിട്ടോ അല്ല, തശഹൂദിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ വിരല് ചൂണ്ടി പിടിക്കണം. ചൂണ്ടി പിടിച്ചിട്ടാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്ത് എന്ന പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. അനക്കിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്, ആ വിരൽ അനക്കിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് എന്ത്? ആ വിരൽ അനക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിരല് ഒരുപാട് അനക്ക് അടുത്തുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ അനക്കരുത്. അവിടെ അനക്കുമ്പോൾ തന്നെ ആ ഹദീസുകളെ ജമ്മു ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമങ്ങൾ പറയുന്നിടത്താണ് അവിടെ അനക്കിയിട്ടുള്ളത് എന്നാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ പറയുന്നിടത്ത്. അപ്പൊ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹ്. അപ്പൊ അവിടെ പറയുമ്പോൾ അനക്ക വബറകാത്തു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അവിടെ അങ്ങനെ അള്ളാന്റെ നാമങ്ങൾ പറയുന്നിടത്താണ് ഇളക്കേണ്ടത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ നിസ്കാര കുപ്പായത്തിന്റെ അടിയിലിടുന്ന വസ്ത്രം അത് ഫുള്ള് കവർ ആവണം, കാല് വരെയുള്ളത്. അടിയിലിടുന്നത് പറയണമെന്നില്ല, നിസ്കാര കുപ്പായം പറഞ്ഞാൽ മതി, ഉള്ളിലിടുന്നത് പറയണമെന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, പിന്നെ നമ്മൾ കൈ ചൂണ്ടിയല്ലോ വിരല്, അത് ലാസ്റ്റ് പിന്നെ സലാം വീട്ടുന്നത് വരെ കൈ ചൂണ്ടിട്ട് തന്നെ വെക്കണോ, അല്ല പിന്നെ ചൂണ്ടി വെക്കണോ? ലാസ്റ്റ് വരെ കൈ ചൂണ്ടണം. അതെയോ? അതേപോലെ നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ പിന്നെ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം മാത്രമല്ലേ നമ്മൾ ആദ്യത്തെ സലാം വീട്ടാൻ പാടുള്ളൂ? അതെ, ഇമാം ഒന്നാമത്തെ സലാം വിട്ടിയാൽ നമുക്ക് സലാം വിട്ടാം. ഇമാം സലാം വിട്ടുന്നതോട് കൂടിയിട്ട് ഇമാം നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു. പിന്നെ നമുക്ക് ഇമാമിന് നമുക്ക് സലാം വിട്ടാം, അതല്ലെങ്കിൽ
അടുത്ത റക്കാത്ത് നമുക്ക് നിസ്കരിക്കാനുണ്ടെങ്കിൽ അതിലേക്ക് ആ എണീക്കൊക്കെ ചെയ്യാം. അതേപോലെ നമ്മൾ നോക്കേണ്ടത് പിന്നെ അത്തയ്യാത്തിന് ഇരുന്നുടൻ വിരല് ചൂണ്ടിയുടൻ വിരലേക്ക് തന്നെയാണോ അതെ സുജൂദിന്റെ അതെ പ്ലേസിലേക്ക് അല്ല നോക്കണമെന്നില്ലേ? അല്ല, സുജൂദിന്റെ പ്ലേസിലേക്കല്ല തശഹൂദിൽ നോക്കേണ്ടത്, വിരലിലേക്കാണ് കംപ്ലീറ്റ് നോക്കേണ്ടത്. സലാം വീട്ടുന്നത് വരെ വിരലിലേക്ക് തന്നെയാണോ നോക്കേണ്ടത്? അതെ അതെ. സുജൂദില് നോക്കിപ്പോയാൽ പ്രശ്നമുണ്ട്. ഏത് വിരലിലേക്കാണ് നോക്കേണ്ടത്. അതെയോ? ഇത് നിർബന്ധമാണ് ആദ്യമായിട്ട് ആ, അങ്ങനെയാണ്. അപ്പൊ ഇത്ര കാരണം കാലം നിസ്കാരത്തില് എന്താ പറയാ, നമ്മൾ മുമ്പ് പലപ്പോഴായിട്ട് സൂചിപ്പിച്ചിരുന്നു, ഓരോ ഭാഗങ്ങൾ പറയുമ്പോൾ നമ്മളത് അതെ അപ്പൊ സൂചിപ്പിച്ചിരുന്നല്ലോ. നിസ്കാരത്തില് പക്ഷെ നമ്മളൊക്കെ ഒറ്റ പഠിച്ചത് സമയത്ത് മാത്രമേ അങ്ങനെ. സുജൂദല്ലാത്ത സ്ഥലത്തേക്ക് നോക്കേണ്ടതുള്ളൂ. അത് തശഹൂദിലാണ്, അത് നമ്മൾ ചൂണ്ടിപ്പിടിച്ച വിരലിലേക്കാണ്. അപ്പൊ കംപ്ലീറ്റ് തീരുന്നത് വരെ സലാം വീട്ടുന്നത് വരെ സലാം നമ്മൾ ആ വീട്ടുന്നത് വരെ വിരലിലേക്ക് തന്നെ വിരലിലേക്കാണ് നോക്കുക. നോക്കേണ്ടത്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു ളുഹറും അസറും പിന്നെ ജമ്മാക്കി നമസ്കരിച്ചിട്ട് പിന്നെ വീട്ടിലെത്തിയപ്പോ അസറിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. അപ്പൊ വീണ്ടും നമ്മൾ നമസ്കരിക്കണോ? വേണ്ട, ആവശ്യമില്ല. ഇല്ലല്ലേ? ഇല്ല. ഓക്കെ, നമ്മൾ ചാറ്റ് ബോക്സിൽ വന്ന 1-2 ചോദ്യങ്ങളോട് ഞാൻ വായിക്കാം. ആദ്യത്തെ അത്തഹിയാത്തിൽ എവിടെ വരെയാണ് പ്രാർത്ഥന ചൊല്ലേണ്ടത്? ആദ്യത്തെ തശഹൂദിൽ അഥവാ ഇപ്പൊ 4 റക്കാത്തോ 3 റക്കാത്തോ ഉള്ള നിസ്കാരമാണെങ്കിൽ അവിടെ അത്തഹിയാത്ത് മാത്രമാണ് എന്തുള്ളത്, അഥവാ തശഹൂദിലെ ആ പ്രാർത്ഥന മാത്രമാണ് അവിടെ നിർബന്ധമായിട്ട് ഓതേണ്ടത്. അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു എന്നത്. സ്വലാത്ത് ചൊല്ലാം, സ്വലാത്ത് നിർബന്ധമില്ല. സ്വലാത്ത് ചൊല്ലില്ല എന്നുള്ളത് കൊണ്ട് ആ നിസ്കാരത്തിന് പ്രയാസമൊന്നും ഉണ്ടാവില്ല. തശഹൂദ് വിട്ടുപോയാൽ അവിടെ പ്രയാസം ഉണ്ടാവും, ആ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ അത് ബാധിക്കും. നമ്മള് മറവിയുടെ സുജൂദ് അവിടെ നിർവഹിക്കണം. ഇനി രണ്ടാമത്തെ റക്കാത്തിലെ തശഹൂദ് ആണെങ്കിൽ, അത് 3-ഓ 4-ഓ റക്കാത്തുള്ളതിലാണെങ്കിൽ സ്വലാത്ത് ചൊല്ലാം, അത് സുന്നത്താണ്, അവിടെ എന്തില്ല, നിർബന്ധമില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും 3 മണിക്കൂർ യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്നതാണ്. ളുഹർ ജോലി സ്ഥലത്ത് നിസ്കരിക്കും, എനിക്ക് അസർ അതിന്റെ കൂടെ ജം ആക്കാമോ അതോ വീട്ടിൽ വരണം? നിങ്ങൾക്ക് അസർ ജം ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ജം, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ജം എന്നുള്ളത് ഒരു ആവശ്യത്തിനാണ്. കസർ യാത്രക്കാർക്കുമാണ്. യാത്രക്കാർക്ക് മാത്രമേ കസറാക്കാൻ പാടുള്ളൂ. ജം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഏത് ആളുകൾക്കും ഏത് സമയത്ത് യാത്രക്കാരല്ലെങ്കിലും ജം ആക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ അവർ യാത്രന്റെ ഇടയിൽ പോകുന്ന സമയത്തൊക്കെ ഇടങ്ങാറുണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ളുഹറിന്റെ സമയത്ത് തന്നെ 4-ഉം ശേഷം ജം ആയിക്കൊണ്ട് അസറും 4-ഉം നിസ്കരിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ യാത്രാ ദൂരം എത്ര മണിക്കൂർ, 3 മണിക്കൂർ യാത്ര എന്ന് പറയുന്നുണ്ട്. ആ നിലക്ക് നിങ്ങൾക്ക് എന്താ പറയാ, അത്രമാത്രം ദൂരമുണ്ട് എങ്കിൽ, കസറാക്കാനുള്ള ദൈർഘ്യം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കസറാക്കുന്നത് കൊണ്ടും വിരോധമില്ല. എന്തായിരുന്നാലും ജം എന്തായാലും ആക്കാം. കസറാക്കുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജം എന്തായാലും ആക്കാം. ളുഹറിന്റെ സമയത്ത് തന്നെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇഖാമത്ത് കൊടുത്തിട്ട് അസറും നിസ്കരിക്കാവുന്നതാണ് 4 റക്കാത്തായിക്കൊണ്ട്. കസറാക്കാൻ ദൂര പരിമിതി ഉണ്ടോ? കസറാക്കാനുള്ള ദൂരപരിമിതി എത്രയാണ്? കസറാക്കാൻ യാത്രയാവുക എന്നുള്ളതാണ്. അതില് എന്താ പറയാ, ഇതില് പണ്ഡിതന്മാർക്കിടയിൽ 72 കിലോമീറ്റർ 80 കിലോമീറ്റർ എന്നൊക്കെ ഹദീസിൽ കാണാം. ഒന്നുകൂടി അങ്ങനെ കുറച്ചേരം കിടന്നോട്ടെ, ഫലം വന്നാലോ. 72-80 കിലോമീറ്റർ എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷെ എന്താ പറയാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള പ്രാമാണികരായ പണ്ഡിതന്മാരെ പറഞ്ഞത് യാത്ര എന്ന് പറയാവുന്നത് എത്ര ഉണ്ടോ, അപ്പൊ അന്നത്തെ 52 കിലോമീറ്റർ അല്ല ഇന്നത്തെ 52 കിലോമീറ്റർ. ഇന്നിപ്പോ 82 കിലോമീറ്റർ ആണ്, നമുക്ക് അരമണിക്കൂർ കൊണ്ട് പോയി വരാവുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ പരിഗണിക്കേണ്ടത്, നമുക്ക് ഒരു യാത്രക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി പോകുന്ന രൂപം നമ്മളിലുണ്ടോ, അവിടെ നമുക്ക് ആ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഹല്ല്, അതായത് നമ്മുടെ ഒരു നാട് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ തന്നെ അവിടെ മുതൽ തന്നെ നമുക്ക് കസറാക്കി തുടങ്ങാവുന്നതാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ മഹല്ല് വിട്ടു പോകുമ്പോ തൊട്ട് കസറാക്കാൻ പറ്റുമോ? മഹല്ല് വിട്ടു പോകുമ്പോൾ കസറാക്കാനെന്നല്ല പറഞ്ഞു. ഞാൻ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. യാത്ര പോകുന്ന സമയത്ത്, യാത്രയാണ് പോകുന്നത്, കുറച്ച് ലോങ് പോവാണ്, അങ്ങനെ പോകുമ്പോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കസറാക്കാൻ പറ്റൂല എന്നുള്ളതിനാണ് ഞാൻ യാത്ര ആരംഭിച്ചതിന് ശേഷമേ കസറാക്കാൻ പാടുള്ളൂ. അതിനുള്ള ജമ്മു കസർ നമുക്ക് വിശദമായിട്ട് വരുന്നുണ്ട്. ആ ഭാഗത്ത് കൂടുതൽ നമ്മള് പിന്നെ അങ്ങനെ കൈ വിരൽ ചൂണ്ടിയിട്ട് പിന്നെ സലാം വീട്ടുന്ന സമയത്ത് പരത്തി വെക്കണ്ടേ? പരത്തി വെച്ചിട്ടാണോ സലാം, അതെ ചൂണ്ടി കൊണ്ട് തന്നെയാണോ സലാം വിട്ടേണ്ടത്? എങ്ങനെ ചൂണ്ടിക്കൊണ്ട് തന്നെ സലാം വിട്ടാവുന്നതാണ്. അല്ലെങ്കിൽ അപ്പൊ ആ സലാം വിട്ടുന്ന സമയത്ത് ചൂണ്ടിയത് താഴ്ത്തുന്നത് കൊണ്ടും കുഴപ്പമില്ല, രണ്ടും ചെയ്യാം. പരത്തി വെച്ചിട്ടൊന്നും കുഴപ്പമില്ലല്ലോ അല്ലെ? ഇല്ല, ചൂണ്ടുന്നത് താഴ്ത്തി എന്നുള്ളത് കൊണ്ടും കുഴപ്പമില്ല, ചൂണ്ടി പിടിച്ചു എന്നുള്ളത് കൊണ്ടും കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും സർ. ഇസ്ലാമത്തുള്ള ഈ തവറുക്കിന്റെ ഇരുത്തം പറഞ്ഞല്ലോ,
അപ്പൊ ആ, സുബഹിക്കും സുന്നത്ത് നിസ്കാരങ്ങൾക്കും ഇഫ്തിറാഷിന്റെ ഇരുത്തം പറഞ്ഞിട്ടില്ല. അത് നിർബന്ധമാണ്. കാരണം ഇതുവരെ ആരും അറിവുണ്ടായിരുന്നില്ല. നമ്മൾ അതല്ല ഇരുന്നത്, ആ, ഇഫ്തിറാഷിന്റെ ഇരുത്തായിരുന്നത്. അത് ചില ഹദീസുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവറുക്കിന്റെ ഇരുത്തം കരിയുന്ന മണം ഇരുന്നിട്ടുണ്ട് എന്നും വരുന്നുണ്ട, ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. കരിയുന്ന മണം നിങ്ങൾ ആവശ്യമില്ലാത്തൊരു മൈക്കൊന്നും ഇതിന്റെ മണം ഇതിന്റെ ആണോ ചുട്ടേ? കേൾക്കുന്നില്ല. ആവശ്യമില്ലാത്തവര് ചോദ്യം അപ്പൊ ചോദിക്കാത്തൊരു മാറ്റാൻ മൈക്കൊന്ന് വേണ്ടി മ്യൂട്ട് ചെയ്യണം. മുടി ഇതാക്കിട്ട് പറഞ്ഞു. ആ പക്ഷെ തവറുക്കിന് ഇരുത്തും എന്ന് ഇരുന്നിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. അതിനേക്കാൾ അസഹായ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള റിപ്പോർട്ട് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഇത്രയും കാലങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ ഇപ്പോൾ നമ്മൾ പുതിയ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവിലേക്ക് മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും കാലം നിസ്കരിച്ചത് സ്വഹീഹല്ല എന്നൊന്നും അതുകൊണ്ട് എന്തില്ല പറയാൻ പറ്റൂല. അതിന് പൂർണ്ണത ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കുക എന്നുള്ളത്. ഇനി ഒരാൾ തവറുക്കിന്റെ ഇരുത്തം ഇരുന്നു എന്നുള്ളത് കൊണ്ട് അവരെ കുറ്റം പറയാനോ അത് നമസ്കാരം സ്വീകാര്യമല്ല എന്ന് പറയാനോ നമ്മൾ പോകണ്ട. അതുപോലെ അതാണ് സലാം വീട്ടുന്ന ടൈമില് മലക്കുകളും ജിന്നുകളും അങ്ങനെ ഒരു ഇത് കേട്ടു, അതുള്ളതാണോ? സൈഡില് വലത് സൈഡിൽ അല്ലാഹു അലം. സ്ത്രീകൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ബാങ്ക് ഇക്കാമത്തും കൊടുക്കണോ? ബാങ്ക് ഇക്കാമത്ത് കൊടുക്കണ തന്നെയാണ് നല്ലത്. ബാങ്ക് ഇക്കാമത്ത് കൊടുക്കണ തന്നെയാണ് നല്ലത്. ഒരു മിനിറ്റ്, ചാറ്റ് ബോക്സിലുള്ള 2-3 ചോദ്യങ്ങളും കൂടി ഉണ്ട്. ലാസ്റ്റ് ഒരു മിനിറ്റ്. ലാസ്റ്റ് സലാം വീട്ടുമ്പോൾ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം അതുപോലെ പറയും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ സലാം വീട്ടുന്ന സമയത്ത് പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ റബ്ബന തഖബ്ബൽ മിന്ന എന്നുള്ളത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ ചൊല്ലി അതിന് ശേഷം ഇത് പ്രാർത്ഥിക്കുക, അതിനൊന്നും കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. അതുപോലെ സലാം വീട്ടുന്ന തൊട്ടും അള്ളാഹുവിനെ അത് ചൊല്ലാവുന്ന അത് ചൊല്ലാം. അത് ഹദീസുകളിൽ വന്ന പ്രാർത്ഥനയാണ്. ഞാൻ നേരത്തെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, പിന്നെ ഫാത്തിഹയുടെ ശേഷം ഖുൽ ഹുവല്ലാഹു ചെല്ലാൻ പറ്റും ഇതിനും? എല്ലാ റക്അത്തിലും എല്ലാ റക്അത്തിലും നമ്മൾ ചെല്ലിനെ കൂടാതെ ഖുൽ ഹുവല്ലാഹു ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലലാണോ? അങ്ങനെ ചെല്ലാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി വിശദീകരിക്കുക. ഫാത്തിഹ കഴിഞ്ഞാൽ നമ്മൾ സൂറത്ത് ഓതൂലേ ഏതെങ്കിലും? അപ്പോ ഖുൽ ഹുവല്ലാഹു ഓതി കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും സൂറത്ത്, അങ്ങനെ ഖുൽ ഹുവല്ലാഹു സ്ഥിരം അങ്ങനെ ഓതലുണ്ടോ? അങ്ങനെ ഓതണം എന്നില്ല. എന്നാൽ ചില സഹാബിമാരൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് ഹദീസുകളിൽ കാണാം. ഇപ്പോ ഒരിക്കൽ ഒരു സഹാബി ഇങ്ങനെ എന്ത് ചെയ്തു, ഓരോ കാര്യത്തിലും ഖുർആൻ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അടുക്കൽ സഹാബിമാർ പരാതിയിട്ട് വന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് നബി ചോദിച്ചു, എന്താണ് അബൂദർ റളിയല്ലാഹുവിനാണെന്ന് അതിന്റെ ഓർമ്മ, എന്താണ് അബൂദർ ഇങ്ങനെ ചെയ്യണെന്ന് ചോദിച്ചു. അപ്പോ സലാഹുസ്ലാം പറഞ്ഞു, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അള്ളാഹിനെ കുറിച്ചുള്ള സിഫത്തുകളും അള്ളാഹിന്റെ ഏകത്വം പറയുന്നതുമായ സൂറത്ത് ആയതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നബി പറഞ്ഞു, ഹബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പൊ ഇതിനനുസരിച്ച് അങ്ങ് ചൊല്ലി അത് ഓതി എന്നുള്ളത് കൊണ്ട് എന്തില്ല, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരു സൂറത്ത് പൂർണ്ണമായിട്ട് ഓതുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വെച്ച് ഈ സ്വഹാബി അങ്ങനെ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന സൂറത്തുകൾ എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് ചൊല്ലുക. അതിനുശേഷം പിന്നെ ഈ ക്ലാസ് ഓതണം എന്നില്ല. ഇനി അങ്ങനെ ഓതിയെന്നുള്ളത് കൊണ്ട് അത് തെറ്റായിക്കൊണ്ട് പറയാനും കഴിയൂല. അല്ലാഹു അലം ഫിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, സൂറത്തിൽ കാഫിറൂനും ഇങ്ങനെ ഓതിയതായിട്ട് പറയുന്നില്ലേ ഉസ്താദെ? അറിയില്ല, സൂറത്തുൽ ഇഖ്ലാസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. സൂറത്തുൽ കാഫിറൂൻ അങ്ങനെ എല്ലാ ഇതിലും ഓതിയതായിട്ട് അറിയില്ല. എന്നാൽ 2 റക്അത്തിലും ഒരേ സൂറത്ത് ഓതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. 2 റക്അത്തിലും ഒരേ സൂറത്തുകൾ ഓതിയത് അങ്ങനെ നമുക്ക് ഓതാം. ഇപ്പോ ഒന്നാമത്തെ റക്അത്തിലും ഇഖ്ലാസ് ഓതി, രണ്ടാമത്തെ റക്അത്തിലും ഇഖ്ലാസ് ഓതാം. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്ത് നമ്മൾ ഒന്നാമത്തെ റക്അത്തിൽ ഓതിയത് തന്നെ രണ്ടാമത്തെ റക്അത്തിലും ഓതാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ വിത്ർ നിസ്കാരത്തില് സൂറത്ത് നിർബന്ധം, നമുക്ക് അറിയുന്ന സൂറത്ത് ചൊല്ലുക, അങ്ങനെ നമുക്ക് വിത്റിൽ നമുക്ക് അറിയുന്ന സൂറത്തുകളൊക്കെ ഓതാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതില് ഒന്നും കൂടി സുന്നത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആല, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്.
ഇവിടെ ചോദിച്ചൊരു ചോദ്യം, പള്ളികളിലുള്ള നിസ്കാരക്കുപ്പായം ഇടുന്നത് കറാത്താണ് എന്ന് പറയുന്നതിന് വിധി എന്താണ്? അത് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ പറയാ, അതിൽ നജസൊന്നും ഇല്ലാന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പള്ളികളിലുള്ള നിസ്കാരക്കുപ്പായം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ട് വേറൊന്ന് ഒരു സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഒരു മുസ്ലിം വനിതയുടെ വസ്ത്രം എന്ന് പറഞ്ഞാല് അവള് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ അവയവങ്ങളും പുറത്തിറങ്ങുമ്പോഴും എന്ത് ചെയ്യണം? മറച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത്. അതിപ്പോ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ, പള്ളിയിലോട്ട് പോകുമ്പോൾ നിസ്കാരക്കുപ്പായം പ്രത്യേകമായിട്ട് അതിന്റെ മുകളിലേക്ക് ഇടേണ്ട ഒരു ആവശ്യം അവിടെ വരൂല. ഒരു യഥാർത്ഥ മുഅ്മിനത്ത് ഇടുന്ന വസ്ത്രമാണ് എങ്കിൽ. കാരണം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവയവങ്ങളും മറയുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് ഒരു വിശ്വാസിനി എപ്പോഴും ധരിക്കേണ്ടത്. പ്രത്യേകിച്ച് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാല്. ഇന്ന് പല സഹോദരിമാർക്കും ശ്രദ്ധക്കുറവ് മൂലം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. നല്ല പർദ്ദൊക്കെ ഇട്ടിട്ടുണ്ടാവും, നിക്കാബൊക്കെ ഇട്ടിട്ടുണ്ടാവും, എന്താ പറയുക, മുഖം മറച്ചിട്ടുണ്ടാവും, നല്ല എല്ലാം ഇട്ടിട്ടുണ്ടാവും, പക്ഷെ കാല് മറച്ചിട്ടുണ്ടാവില്ല. കാല് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാലും നിർബന്ധമായും മറക്കണം. സോക്സോ അതല്ലെങ്കിൽ കുറച്ച് നീളം കൂടിയ പർദ്ദയോ മറ്റൊക്കെ ഇട്ടുകൊണ്ട് കാലും മറച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. അതുകൂടി ഞാൻ സാന്ദർഭികമായിട്ട് ഈ ചോദ്യം വന്നതുകൊണ്ട് ഞാനത് ഓർമ്മപ്പെടുത്തി എന്നുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ പരിപൂർണമായിക്കൊണ്ട് എന്ത് ചെയ്യാ, വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം പുറത്തിറങ്ങേണ്ടത്. അങ്ങനെ വസ്ത്രം ധരിച്ചു പോകുമ്പോൾ, ഇനി പള്ളിയിൽ പോകുമ്പോൾ അവിടെ ഒരു പള്ളി നിസ്കാരക്കുപ്പായം നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി അങ്ങനെ പള്ളിയിൽ പോയിട്ട് നമ്മൾ നിസ്കാരക്കുപ്പായം കൂടി ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിൽ നജസൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മതി. പള്ളിന്നല്ല ഉസ്താദ് അവര് ചോദിച്ചത്, പുള്ളികളുള്ളത് പുള്ളിന്നാണ് ഉസ്താദെ ചോദിച്ചത്. ഓ സോറി, പുള്ളിന്നാണ് ചോദിച്ചത്. പുള്ളികളുള്ള കളറുള്ള എന്നുള്ള ഉദ്ദേശത്തിലാണ് ചോദിച്ചത്. പള്ളികളിലുള്ളതാണ് വായിച്ചത്. സോറി, സോറി. എന്തായാലും വേറൊരു മസല അതിന്റെ കൂടുതൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നാലും പുള്ളികളിലുള്ളത് ചില അങ്ങേയറ്റത്തെ അട്രാക്റ്റീവ് ആണ്. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അട്രാക്റ്റീവായിട്ട് ഇപ്പൊ ഒന്നിച്ച് നിസ്കരിക്കുകയാണ്, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുകയാണ്. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് പുള്ളികളും കുറെ എഴുത്തുകളും ചിത്രങ്ങളൊക്കെ ഉള്ള ഇതാണ് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ബാക്കിലുള്ളവർക്കുള്ള നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റുന്ന, ഖുശൂഇനെ തെറ്റിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ഇടാതിരിക്കണതാണ് നല്ലത്. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടികളെ പള്ളിയിലേക്ക് അയക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സാണ് ശ്രദ്ധിക്കണം. ഇപ്പൊ ബാക്കിൽ മെസ്സി എന്ന് എഴുതിയ, അതേപോലെ തന്നെ നമ്പർ എഴുതിയ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിത്രങ്ങളുള്ള കുറെ മോൺസ്റ്റർ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചിത്രങ്ങളും കുറെ ആർട്ട് വർക്കുകളൊക്കെ ഉള്ളത് ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിലുള്ള ഒന്നും നമ്മൾ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ആ പറഞ്ഞ വിഷയം ശരിയാണ്. അതൊരു പക്ഷേ കറാത്തല്ല, അത് ചിലപ്പോൾ ഹറാമ് പോലും ആകും. കാരണം തൊട്ടടുത്ത് നിസ്കരിക്കുന്നവരുടെ നിസ്കാരത്തെ ശ്രദ്ധ തെറ്റിക്കുന്ന എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്നത് അതൊരു ഹറാമിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, നമസ്കാരത്തിൽ ഒരുപാട് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ നിർത്താം. ഞാൻ പള്ളിയിലാണ് ഉള്ളത്, ഇവിടെ കൊടുക്കുമ്പോൾ ഞാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. നമസ്കാരത്തിൽ ഒരുപാട് ചെറിയ ചെറിയ മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ ആമീൻ. അയ്യാക്കും പ്രാർത്ഥനയാണ്. ഞാൻ വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ചോദിച്ചു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇപ്പൊ ഉസ്താദ് പറഞ്ഞില്ലേ ഡ്രസ്സിന്റെ കാര്യം, അപ്പൊ ഈ ഡ്രസ്സ് വലിച്ചെഴുക്കുന്നവർക്ക് ഖബർ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞപ്പോ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയല്ലേ? അല്ല, അത് സ്ത്രീകൾക്കല്ല, അത് പുരുഷന്മാർക്കാണ്. അത് പുരുഷന്മാർക്ക് മാത്രമാണ്. സ്ത്രീകൾ വലിച്ചയക്കണം എന്നാണ്. അപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത് അപ്പൊ നജസാവൂലേന്ന്. ശരി. അപ്പൊ പോണ സമയത്ത് അങ്ങനെ നജസാവൂലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ വലിച്ചെടുക്കുന്നത് അത് നജസാവൂല, അതെന്താണ്, അത് തൊഹൂറാണ്. കാരണം മണ്ണിലൂടെ പോണോണ്ട് അങ്ങനെ നജസായി കഴിഞ്ഞാലും ആ മണ്ണ് തട്ടുമ്പോ അത് തൊഹൂറാകും, മണ്ണ് തൊഹൂറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹദീസുകളിൽ കാണാൻ പറ്റും. അത് വസ്ത്രം വലിച്ചെടുക്കുന്നത് തെറ്റായിട്ട് പഠിപ്പിച്ചത് അത് പുരുഷന്മാർക്കാണ്. പുരുഷന്മാർക്ക് നെരിയാണിക്ക് മുകളിലായിരിക്കണം വസ്ത്രം, സ്ത്രീകൾക്ക് കാല് മൊത്തം മറയുന്ന രൂപത്തിലായിരിക്കണം വസ്ത്രം. പക്ഷെ ഇന്നത്തെ ട്രെൻഡ് നേരെ തിരിച്ചാണ്. ആണുങ്ങളൊക്കെ നെരിയാണിക്ക് അടിയിലും പെണ്ണുങ്ങളൊക്കെ നെരിയാണിക്ക് മുകളിലുമാണ് വസ്ത്രം ധരിച്ചുകൊണ്ട് പോണത്. അള്ളാഹു നമ്മളെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ നമ്മള് പറഞ്ഞില്ലേ കൈ ഇങ്ങനെ ആട്ടുമ്പോ പിശാചിനെ കമ്പിക്ക് അടിക്കണമെന്ന്, അതെന്താ എനിക്ക് മനസ്സിലായില്ല. അഥവാ നമ്മൾ തശഹുദിൽ വിരൽ അനക്കുന്നത്
അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അത് ഒരു പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പി കൊണ്ട് അടിക്കുന്നതിനേക്കാൾ അങ്ങേയറ്റത്തെ വേദന അനുഭവിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ഉപമയായിട്ട് പഠിപ്പിച്ചു തന്നാണ്. അത് ആ അനക്കം നമ്മൾ ആ അനക്കുന്നത് പിശാചിന് അത്രമാത്രം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് പഠിപ്പിച്ചു തന്നുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അനക്കിയില്ലെങ്കിലും കുഴപ്പമുണ്ടോ ഉസ്താദെ? നമ്മളൊന്നും അനക്കാതെ ഇങ്ങനെ കൈ മാത്രം ചൂണ്ടി അനക്കില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം രണ്ട് രൂപത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാരണം യതഹറക്കു എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ലാ യതഹറക്കു എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിന് ജമ്മ ചെയ്യുന്നിടത്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ത് അള്ളാഹു എന്ന് പറയുന്നിടത്തൊക്കെയാണ് ഈ അനക്കിയത് എന്നൊക്കെ. ഓക്കെ, ശേഷൂലേ വിരല് ചൂണ്ട ദുവകൾക്ക് അവസാനം വരെ വിരല് ചൂണ്ടേണ്ട ആവശ്യമുണ്ടോ? അതെ അതെ, അവസാനം വരെ വിരല് ചൂണ്ടണം. തശൂദിലെ ദുവകൾക്ക് ശേഷം അല്ലെ? അല്ല, തശൂദിലെ ദുആ തുടങ്ങുമ്പോ തന്നെ നേരെ തശൂദിലേക്ക് ഇരുന്നാൽ തന്നെ വിരലുകൾ എന്ത് ചെയ്യണം? ഉയർത്തണം. അത് കഴിഞ്ഞിട്ടുള്ള ദുവകളുടെ അറ്റം വരെ ചെയ്യണോ? അങ്ങനെ? അതെ അതെ, സലാം വീട്ടുന്നത് വരെ ചെയ്യണം. വരെ ചെയ്യണം അല്ലെ? ഓക്കെ. ഓക്കെ, എന്നാലും അവസാനിപ്പിക്കാൻ ഇവിടെയും ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. فهذا والله اعلم في صواب. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.